മിസോറാം, മണിപ്പൂർ സംസ്ഥാനങ്ങളിൽ വിവിധ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജ്യത്തിന് സമർപ്പിക്കും. പൂർത്തിയായ പദ്ധതികളുടെ ഉദ്ഘാടനത്തിനൊപ്പം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള പുതിയ പദ്ധതികൾക്കും പ്രധാനമന്ത്രി തറക്കല്ലിടും. മണിപ്പൂരിലെ സംഘർഷ മേഖലയിലേക്കാണ് പ്രധാനമന്ത്രി ആദ്യമെത്തുക. അവിടെയാണ് വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുന്നത്. മിസോറാം, മണിപ്പൂർ കൂടാതെ അസം, ബീഹാർ, ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലും പ്രധാനമന്ത്രി സന്ദർശനം നടത്തും. 71,850 കോടി രൂപയുടെ വികസന പദ്ധതികൾ അദ്ദേഹം ജനങ്ങൾക്ക് സമ്മാനിക്കും. റെയിൽവേ പാതകൾ, ഹൈവേ, ഊർജ്ജം, കായികം തുടങ്ങി വിവിധ മേഖലകളിലെ പദ്ധതികൾക്കാണ് മിസോറാമിൽ തുടക്കം കുറിക്കുക. ഇതിൽ ഏറ്റവും പ്രധാനമാണ് 870 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ബൈറാബ് സൈറംഗ് റെയിൽപാത. മിസോറാമിന്റെ തലസ്ഥാന നഗരമായ ഐസ്വാളിനെ ഭാരതത്തിന്റെ റെയിൽവേ ശൃംഖലയുമായി കൂട്ടിയിണക്കുന്ന ആദ്യ പദ്ധതിയാണിത്. ദുർഘടമായ മലയോര മേഖലകളിലൂടെയാണ് റെയിൽപാത യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത്. 55 വലിയ പാലങ്ങളും 88 ചെറുപാലങ്ങളും 45 ടണലുകളും ഉൾപ്പെട്ടതാണ് പുതിയ റെയിൽപാത. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികസനത്തിൽ നരേന്ദ്രമോദി സർക്കാർ പുലർത്തുന്ന നിശ്ചയദാർഢ്യത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഈ റെയിൽപാത മാറുകയാണ്. 9,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും ഐസ്വാളിൽ പ്രധാനമന്ത്രി തുടക്കമിടും. ഉച്ചയോടെ കുക്കി, മെയ്തൈ ഗോത്ര സംഘർഷം രൂക്ഷമായിരുന്ന മണിപ്പൂരിലെ ചുരാചന്ദ്പൂരിൽ പ്രധാനമന്ത്രി എത്തും. ഇവിടെ 7,300 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾക്കും ഇംഫാലിൽ 1,200 കോടിയുടെ പദ്ധതികൾക്കും പ്രധാനമന്ത്രി തറക്കല്ലിടും. നരേന്ദ്രമോദിയുടെ സന്ദർശനം മുൻനിർത്തി കനത്ത സുരക്ഷയാണ് മണിപ്പൂരിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇംഫാലിൽ പൊതുപരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കും. വികസനത്തിലൂടെ മണിപ്പൂരിലെ സംഘർഷങ്ങൾക്ക് ഒരു പരിധിവരെ തടയിടാനാകുമെന്നാണ് വിലയിരുത്തൽ. വൈകിട്ട് 5 മണിയോടെ അസമിലെത്തുന്ന പ്രധാനമന്ത്രി ഗുവാഹത്തിയിൽ ഭാരതരത്നം ഡോക്ടർ ഭൂപൻ ഹസാരികയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളിലും പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക്, ജനം.